ഇതാ ഈ മലയാളികളുടെ കുഴപ്പം. മിണ്ടിയ കല്യാണം കൂടെ പൊറപ്പിക്കൽ. ഈ മെന്റാലിറ്റി മാറണമെങ്കിൽ കുറച്ചുനാൾ കേരളം വിട്ട് താമസിക്കണമെന്ന് പറയുന്നത് വെറുതെ അല്ല. എന്റെ പെങ്ങളെ, ഇത് അങ്ങനെയൊന്നുമില്ല. ഞാനും അവളും കൂടിയുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ്, അത്രേ ഉള്ളൂ. ഒരു പെണ്ണിന്റെ ജീവിതം വെച്ചിട്ട് ഉസ്മാൻ കളിക്കുന്നതെന്ന് ഓർക്കണം. നിനക്ക് നാട്ടിലെ ഭാര്യ മക്കളൊക്കെ ഇല്ലേ ഉസ്മാനെ? അത് നാട്ടിലല്ലേ, പക്ഷെ എന്റെ ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെ നടക്കും? ഈ കണ്ണും ചെവി എന്നൊക്കെ പറയുന്നത് കാണാതിരിക്കാനും കേൾക്കാതിരിക്കാനും കൂടിയിട്ടാണ് പെങ്ങളെ. നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ കാണണ്ട, കേൾക്കണ്ട. എന്തേ? പെങ്ങളുടെ കഴിഞ്ഞ മാസത്തെ ശമ്പളം സ്പോൺസർ എന്നെ ഏൽപ്പിച്ചതാ. 600 റിയാലുണ്ട്. 600 റിയാലോ? പോരുമ്പോ പറഞ്ഞത് 800 റിയാലാ. 200 റിയാല് എന്റെ കമ്മീഷൻ. ഇടയ്ക്ക് എന്റെ മുറിയിലേക്ക് വന്നു പോകുന്നതിന് ഞാൻ ആ പെണ്ണിന് കുറച്ച് കാശ് കൊടുക്കാറുണ്ട്. കൂലിയായിട്ടൊന്നും അല്ല കേട്ടോ, ഒരു സ്നേഹം. ആ കാശ് ഇങ്ങനെയൊക്കെയല്ലേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂ. നാട്ടില് ഭാര്യ മക്കളും ഉള്ളതല്ലേ, അവർക്ക് അയക്കുന്നതിൽ കുറവ് വരാൻ പാടില്ലല്ലോ. അപ്പൊ ഈ കാശ് ഞാൻ പെങ്ങളുടെ വീട്ടിലേക്ക് അയച്ചേക്കണേ. روح من هنا، ما ابغي اسمع شيء. هذه الخدامة اساءت لسمعتي. روح روح. صديق لو في كانت من هندي لازم انا يعرف. انا يجي من سفارة. لا تتكلم ولا كلمة. ما ابغي اسمع شيء من المليباري. انت كمان خربان وكل الهنود خربانين، والا ابلغ الشرطة. get lost. എന്തായി? വല്ല തുമ്പും നടഞ്ഞോ? അറബിയിൽ മുട്ടൻ തെറികളുണ്ടെന്ന് ഇന്നാ മനസ്സിലായത്. പോയത് അങ്ങേരുടെ മുതലല്ലേ, പിന്നെ തെറി പറയാതിരിക്കുമോ? ആ അറബിയുടെ പെരുമാറ്റം കാണുമ്പോൾ എന്തോ ഒരു ദുരൂഹതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവരുമായി ബന്ധപ്പെട്ട ആരെങ്കിലും വഴി അന്വേഷിച്ചാൽ എന്തെങ്കിലും തുമ്പ് കിട്ടും. എന്നിട്ട് എന്നാത്തിനാ? ആ അജിത്ത് മേനോന് പത്രത്തിലിടാൻ ഒരു വാർത്തയും കിട്ടും, റസാക്കാടെ പോക്കറ്റ് കിടന്ന കുറച്ച് റിയാല് പോയും കിട്ടും. അജിത്തിന് വാർത്തയ്ക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം മാത്രമല്ല വർഗീസ് ചെയ്ത്. ആ സ്ത്രീ നിരപരാധിയാണെങ്കിലോ എങ്കിൽ ഈ മിസ്സിങ്ങിന് പിന്നിൽ എന്തെങ്കിലും കൂടി കാരണം കാണും. انت مسلمة، الله ما يغفر لك اللي عملتيه. انت لو خربتي سمعة اهلي اقتلك. بابا اضربها، ادبها. وينك يا حيوان؟ انا اترك عشان انت معنا من 10 سنين. ايوه، ما ابغي اشوفك هنا ثاني. روح من هنا ولا اسلمك للشرطة. روح. اللي جوا ما تعطيني حتى مويه. ഫാത്തിമ, അവരെല്ലാം ഉറങ്ങി. അക്കുൽ, നോ ഫുഡ് പ്രോബ്ലം. അക്കുൽ, روحي ما هنا والا انت في مشكلة. കണ്ട കുഴപ്പമൊന്ന് പറഞ്ഞല്ലേ, ഞാൻ രണ്ടുപേരും കേട്ടില്ല. ഹലോ ഉസ്മാൻ. ഹലോ പെങ്ങളെ, എനിക്കൊരു അബദ്ധം പറ്റി, അതിന് കിട്ടുകയും ചെയ്തു. ഇപ്പൊ പാവം പെണ്ണിന്റെ കാര്യം ഓർത്തിട്ടാ. അവൾ അവിടെ ഇട്ട് കൊന്നുകളയും. അതിനു മുമ്പ് എങ്ങനെയെങ്കിലും പുറത്തു കിടന്ന അവൾക്ക് വേറെ എവിടെയെങ്കിലും ജോലി ശരിയാക്കി കൊടുക്കാൻ ഞാൻ. പെങ്ങൾ അവളെ പുറത്ത് ചാടാൻ ഒന്ന് സഹായിക്കണം. ചാടാനോ? അവ
അവരെങ്ങാനും അറിഞ്ഞ? ഇപ്പൊ ചാടിയാൽ ആരും അറിയില്ല. ഞാനിപ്പോ വീടിന് പുറകിലുണ്ട്. പ്ലീസ് പെങ്ങളെ, ഒന്ന് സഹായിക്കണം. നിങ്ങളുടെ മുറിയിലെ AC മാറ്റിയ ഹോള് കാർബോർഡ് വച്ച അടച്ചിരിക്കുന്നത്. അത് തുറന്ന് പുറത്തേക്ക് കടന്ന വീടിന്റെ പുറകിലെത്താം. ഞാൻ ആ ഭാഗത്തുണ്ട്. ഫാത്തിമയ്ക്കൊന്ന് കൊടുക്കോ, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. هلو عثمان. كيف راحت؟ انت عارفة. قولي قولي. انت عارفة، قولي اتكلمي. ما ادري. ليش عثمان اتصل امس بالليل؟ ما تحتاجين الجوال. انزل ليش ما خبرتيني؟ كنت بطرش الدراوين والله. خلاص اوكي، يلا لا تتأخري. يلا باي. يلا قومي اكلي. ها ان شاء الله عنك ما اكلتي. ايش هذا؟ انت ما تعرفين تطوين؟ يلا اكوي قدامي. اوف، الظاهر هذه ما تبغى تتعلم، لكن انا اللي بعلمك. ഈ ഗദ്ദാമയുടെ ജോലി എന്ന് വെച്ചാൽ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അറബികളുടെ വീടുകളല്ലേ, എല്ലാ പണിക്കും മെഷീൻ ഉണ്ടാവും. പിന്നെ ഓൺ ചെയ്യാനോ ഓഫ് ചെയ്യാനോ ഒരാളായിട്ട് നിന്ന് കൊടുക്കണമെന്ന് മാത്രം. അന്ന് രാധാകൃഷ്ണേട്ടന് വിസ ശരിയാക്കാന്ന് പറഞ്ഞ ഉസ്മാനായി കാര്യം പറഞ്ഞത്. അയാള് ഡ്രൈവറായിട്ട് ജോലിക്ക് നിൽക്കുന്ന വീട്ടിലേക്ക് അത്രേ. എല്ലാ ചെലവും കഴിഞ്ഞിട്ട് 800 റിയാല് ശമ്പളം കിട്ടുമെന്നാ പറയണത്. 800 റിയാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഒരു 10,000-10,000 രൂപകളുണ്ടാവും. സമ്മതാച്ചാ എത്രയും പെട്ടെന്ന് വിസ അയച്ചു തരാന്ന്. വേണ്ട സുധീർ, അന്യരാജ്യത്തെ ഏതോ വീട്ടിലെ ഏച്ചിൽ വരാൻ ഞാൻ അവളെ അയക്കണില്ല. എന്റെ മോനത് പൊറുക്കില്ല. സാരില്ല അച്ഛാ, ഞാൻ പോവാ. അഭിമാനം നോക്കിയിരുന്ന ദാരിദ്ര്യവും കഷ്ടപ്പാടും തീരില്ലാലോ. ഇവിടെ ഇരുന്ന് കഴിഞ്ഞുപോയ ഓരോന്നോർത്ത് കരണയിലും ഭേദല്ലേ ഇത്. They were good. Good. Sleep. Sleep. Good night. Good night.